ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു അനദർ വ്ലോഗ്. നമ്മൾ അടുത്ത മൺസൂൺ റൈഡിന് റെയിൻ ജാക്കറ്റൊക്കെ ഇട്ട് ഇറങ്ങാൻ പോവാണ്. വാഗമൺ ഉപ്പുതറ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. നമ്മൾ ഈ പ്രോപ്പർട്ടിയിലാണ് സ്റ്റേ ചെയ്തത്. ഈ പ്രോപ്പർട്ടിയിലേക്ക് ഒരു റൈഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള പ്ലാനിലാണ് നമ്മൾ. അപ്പം അടുത്ത തന്നെ റൈഡിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇനി എന്താ പറയുന്നത്, ഇനി അടുത്ത റൈഡ് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതിയ സ്ഥലത്തേക്കാണ്. ബ്രോ, സ്ഥലത്തിന്റെ പേരെന്തായിരുന്നു? ചെങ്കര കുരിശുമല എന്ന് പറഞ്ഞ ഒരു ബ്യൂട്ടിഫുൾ സ്പോട്ടിലേക്കാണ് പോകുന്നതെന്നാണ് നമ്മുടെ റോബിൻ ബ്രോ പറഞ്ഞത്. റോബിൻ ബ്രോ, എന്താണ് ആ സ്ഥലത്തിനെ കുറിച്ചുള്ള അഭിപ്രായം? എങ്ങനെയാണ് ആ സ്ഥലം? ആ സ്ഥലം നമുക്ക് അത്യാവശ്യം ഒരു മൗണ്ടൈൻ ഓഫ് റോഡ് ചെയ്ത് നമുക്ക് കയറി ചെല്ലാൻ പറ്റിയ ഒരു സ്പോട്ടാണ് അത്. അത്യാവശ്യം ഇപ്പം തന്നെ നിലവിൽ ടൂറിസം സ്പോട്ടായിട്ടുണ്ടാവണം. പിന്നെ അവിടെ നിന്നുള്ള വ്യൂ ആണ്, നമ്മുടെ വാല്യൂ വ്യൂസ് ആണ്. നല്ല മൗണ്ടൈൻസ്, നല്ല വ്യൂ കിട്ടുന്നുണ്ട്. നമുക്ക് അവിടെ ചെന്ന് നമുക്ക് സർപ്രൈസ് പൊട്ടിക്കാൻ കാണാം. ആണല്ലേ? അഭിഷേക് റെഡി അല്ലേ പോകാനായിട്ട്? എങ്ങനെ ഉണ്ടായിരുന്നു ഈ പ്രോപ്പർട്ടി? എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. കണ്ടപ്പോൾ തന്നെ നമ്മൾ പെട്ടെന്ന് അതിലോട്ട് അട്രാക്ഷൻ, അല്ലെങ്കിൽ കണക്ഷൻ എന്ന് പറയത്തില്ല, ആ സാധനം കിട്ടി. എന്തായാലും നമ്മൾ റൈഡ് ഇവിടെ അനൗൺസ് ചെയ്യുന്ന ഒരു റൈഡ് ഉണ്ടെന്നുള്ളത്, ഡേറ്റും കാര്യങ്ങളും എല്ലാം നമ്മൾ ജാസിങ്ങളുടെ പേജിലൂടെ ഉടനെ തന്നെ എല്ലാവരും അറിയിക്കുന്നതായിരിക്കും. വേണമെങ്കിൽ ഈ യൂട്യൂബ് വീഡിയോ കാണുന്ന ആരെങ്കിലും ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഇൻട്രസ്റ്റഡ് അല്ലെങ്കിൽ നമ്പർ താഴെ അഭിഷേക് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും അല്ലേ? എന്തായാലും നിങ്ങൾ കമന്റിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ് നിങ്ങളുടെ നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ നമ്പറിൽ വിളിച്ച് എന്തായാലും നിങ്ങൾക്കുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഷെയർ ചെയ്യുന്നതായിരിക്കും. റൈഡ് പോകാനായിട്ട് നമ്മുടെ ഇപ്പം 3 വണ്ടികളുണ്ട്. ഒരു ഹിമാലയൻ 5.2 ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ എക്സ്പൾസ് ഉണ്ട്, പിന്നെ അതുപോലെ കാർബറേറ്റർ എക്സ്പൾസും ഉണ്ട്. എക്സ്പൾസ് ആണ് ഞാൻ ഇത്ര നേരം ഓടിച്ചത്. ഇനി അങ്ങോട്ട് ഓടിക്കാൻ പോകുന്നത് നമ്മുടെ അഭിഷേകിന്റെ ഹിമാലയനാണ്. അഭിഷേകാണ് എൻ്റെ എക്സ്പൾസ് ഓടിക്കാൻ പോകുന്നത്. എങ്ങനെയുണ്ട്? ഇപ്പോൾ ഹിമാലയൻ എടുത്തിട്ട് കുറച്ചധികം കിലോമീറ്റേഴ്സ് ഒക്കെ ഓടിച്ചല്ലോ. എൻ്റെ സജഷനിൽ എടുത്ത വണ്ടിയല്ലേ? എന്തായാലും ഒരു എടുത്തതിനോട് ഒരു റിഗ്രറ്റ് ഇല്ല. ഭയങ്കര ഹാപ്പിയാണ്. വണ്ടി വണ്ടി ആയതുകൊണ്ട് തന്നെ കയ്യിൽ നിൽക്കുന്നില്ല. ഓക്കെ, എന്താണേലും നമ്മൾ ഇനി നമ്മുടെ ഹിമാലയൻ 452 ഈ റൈഡിലൊന്ന് ഓടിച്ച് നോക്കട്ടെ. എന്നിട്ട് ഞാൻ ബാക്കി പറയാം എങ്ങനെയുണ്ടെന്ന്. ഞാനും എനിക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയാണ്. അപ്പോൾ ചെറുതായിട്ട് ഓക്കെ നോക്കാം, നമുക്ക് ആലോചിക്കാം. എന്തായാലും വണ്ടി ഓടിച്ച് നോക്കിയിട്ട് നമുക്ക് ഡിസൈഡ് ചെയ്യാം. നമ്മളങ്ങനെ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. മഴ ഇങ്ങനെ വന്നും മാറിയും പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇറ്റ് ഫീൽസ് സോ ഗുഡ് ടു റൈഡ് ദ ഹിമാലയൻ. സൂപ്പർ വണ്ടിയാണ് കേട്ടോ. എന്താണേലും ഇവൻ്റെ അടുത്ത് ചോദിച്ചിട്ട് കുറച്ച് ദിവസം ഹിമാലയനായിട്ട് വീട്ടിൽ പോകണം. എന്നിട്ട് ഇനി അടുത്തുള്ള കുറച്ച് ട്രിപ്പൊക്കെ ഹിമാലയനിൽ അടിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അവനോട് ചോദിച്ചു നോക്കണം വണ്ടി കിട്ടുമെന്ന്. രജിസ്റ്റർ പോലും ചെയ്തിട്ടില്ല വണ്ടി. അല്ല, പുതിയ നമ്പർ പോലും കിട്ടിയിട്ടില്ല വണ്ടിക്ക്. എന്നാലും നമ്മൾ ചോദിക്കും, അവൻ തരാതിരിക്കൂല. അവൻ കുറച്ചാൾ ഈ എക്സ്പൾസൊക്കെ ഓടിച്ച് നടക്കട്ടെ. ഈ മഴയത്ത് റൈഡ് പോകുന്നത് നല്ല രസമൊക്കെയാണ് കാണാനും എക്സ്പീരിയൻസ് ചെയ്യാനുമെങ്കിലും ഈ ബൂട്ട് നനഞ്ഞു കഴിയുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം വന്നിട്ട് ഫുൾ ബൂട്ടും ഗ്ലൗസും ഒക്കെ നനഞ്ഞിരിക്കുകയാണ്. അതിനുശേഷം ഈ നനഞ്ഞ സാധനം തന്നെ ഇട്ടുകൊണ്ട് പോകുന്നതാണ് ഈ മൺസൂൺ റൈഡിലൊരു എനിക്കിഷ്ടമല്ലാത്തൊരു കാര്യം. ശരിക്കും വല്ല ക്രോക്സ് ഒക്കെ ഇട്ട് ഓടിക്കായിരുന്നെങ്കിൽ കുറച്ചും കൂടെ സുഖമായിരുന്നേനെ. പക്ഷേ ക്രോക്സ് ഇട്ട് റോഡിൽ ഓടിക്കുന്ന നോക്കി ഓഫ് റോഡൊക്കെ പോകുമ്പോൾ നല്ല രീതിയിൽ പേടിയാവും. നമ്മളത്രയും വൾണറബിൾ ആണ്, വല്ല കല്ലിലും ഇതിലുമൊക്കെ തട്ടുന്ന ഓർത്തിട്ട്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ക്രോക്സ് ഒന്നും ഇട്ട് ഓടിക്കാത്തത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ, ബ്രോ ഇങ്ങനെ തലയൊക്കെ നനഞ്ഞു കഴിഞ്ഞിട്ട് ഹെൽമെറ്റ് തലയിൽ വെക്കാൻ ബുദ്ധിമുട്ടല്ലേന്ന്. ശരിക്കും അത്ര വലിയ ബുദ്ധിമുട്ടും അങ്ങനത്തെ സീനൊന്നുമില്ല. പക്ഷേ ഹെൽമെറ്റ് നനഞ്ഞിട്ട് ഉണങ്ങിയ തലയിൽ വെക്കാനാണ് ശരിക്കും ബുദ്ധിമുട്ട്. ഉപ്പുതറ, വാഗമൺ ഉപ്പുതറ എന്നാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ റൂട്ട് ഏതാ കറക്റ്റൊന്നും എനിക്കറിയില്ല. അടിപൊളി ലൊക്കേഷനാണ്, മിസ് ചെയ്യരുതെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അങ്ങ് പോകുന്നതാണ്. ഞങ്ങൾ ഉറുമ്പിക്കര പോകാനായിരുന്നു പ്ലാൻ. പിന്നെ ഉറുമ്പിക്കര കുറേ പ്രാവശ്യം നമ്മൾ വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഉറുമ്പിക്കര ക്യാൻസൽ ചെയ്തിട്ട് നമ്മൾ ഇങ്ങോട്ടാണ് പോകുന്നത്. ഓഫ് റോഡ് ലൊക്കേഷനൊന്നും അല്ല, ഏതോ ഒരു ലൊക്കേഷനിലെത്തിയിട്ട് കുറച്ച് ഹൈക്ക് ചെയ്ത് പോകണം. ഒരു കാണാൻ പറ്റാത്ത ലാൻഡ്സ്കേപ്പ് കാണിച്ചു തരാമെന്നുള്ളൊരു വാക്ക് കേട്ടിട്ടാണ് നമ്മൾ യാത്ര മുന്നോട്ട് തിരിച്ചത്. എന്താണേലും നോക്കാം. നമ്മളിപ്പോൾ ചപ്പാത്ത് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അവിടെ നിന്ന് ഇപ്പോൾ തേയിലത്തോട്ടത്തിൻ്റെ ഇടയിലൂടെയൊക്കെയാണ് നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വഴിയിൽ കണ്ടൊരു പയ്യന് ലിഫ്റ്റ് കൊടുത്താണ്. പോവാം, വഴി എനിക്കറിയില്ല. ടാറ്റാ, പൊക്കോട്ടെ.
തേയിലത്തോട്ടത്തിൻ്റെ ഇടയിലൂടെ ഉള്ളൊരു റൈഡ് എക്സ്പീരിയൻസ് ആണ്. ഓ, ഹിമാലയം കൊള്ളാട്ടാ. ഭയങ്കര ഒരു രസവും ഭയങ്കര ഒരു ഫീലും ഉണ്ട് ഓടിക്കാൻ. മേ ബി മണാലിയിലൊക്കെ ഓടിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ഞാൻ മണാലിയിൽ ഹിമാലയൻ്റെ ലോഞ്ചിന് റോയൽ എൻഫീൽഡ് ഇൻവൈറ്റ് ചെയ്തിട്ട് പോയിട്ടുണ്ടായിരുന്നു. ആ സമയം ഓടിച്ചപ്പോഴും വണ്ടി ഇഷ്ടപ്പെട്ടു. പക്ഷേ അന്നേ അവർ പറയുന്നുണ്ടായിരുന്നു അതൊരു ഹൈ ഓൾട്ടിറ്റ്യൂഡ് ടെറൈൻ ആയതുകൊണ്ട് തന്നെ അവിടെ വണ്ടി ടെസ്റ്റിന് തന്ന വണ്ടികൾക്ക് മാക്സിമം പവർ കിട്ടൂല. കാരണം അവിടെ ഓക്സിജൻ ലെവൽ കുറവാണല്ലോ. ഓക്സിജൻ ലെവലും ഫ്യൂവൽ മിക്സറും ഒക്കെ കറക്റ്റ് ആയാലല്ലേ മാക്സിമം പവർ ഔട്ട്പുട്ട് കിട്ടുള്ളൂ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സീ ലെവലിൽ നമ്മുടെ നാട്ടിൽ ഓടിക്കുമ്പോഴാണ് ഈ വണ്ടിക്ക് മാക്സിമം പവർ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ അത് കറക്റ്റാണ്. ഇവിടെ ഓടിക്കുമ്പം അത്യാവശ്യം നല്ല ഫീൽ തന്നെയാണ്. വണ്ടി കുതിച്ചാണ് പോകുന്നത്. ആൻഡ് അത് ഹാൻഡിൽ ചെയ്യാനുള്ള സസ്പെൻഷനും വണ്ടിക്ക് ഉണ്ട് കേട്ടോ. ഒരു ഓൾ ഇൻ ഓൾ പാക്കേജ് തന്നെ ഹിമാലയൻ. ഇടുക്കി വൈബ്സ് കിട്ടുന്ന വഴിയാണ് കേട്ടോ. വാട്ടർ ക്രോസിംഗ് ഒക്കെ ആണല്ലോ. ഈ റൂട്ട് ഏതാ റൂട്ടെന്നൊന്നും എനിക്ക് കറക്റ്റ് അറിയില്ല. ഞാൻ റോബിനോട് ചോദിച്ചിട്ട് ഡിസ്ക്രിപ്ഷനിൽ റൂട്ട് എങ്ങനെയാണെന്നുള്ളത് കറക്റ്റ് എഴുതിയിട്ടേക്കാം. നിങ്ങൾ ആ റൂട്ട് നോക്കി വന്നാൽ മതി. ഇനി ഇവിടുന്ന് 5 കിലോമീറ്ററും കൂടെ ഉള്ളൂ എന്നാണ് റോബിൻ പറഞ്ഞത്. ഇടുക്കിക്കാരുടെ 5 കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10-20 കിലോമീറ്റർ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ നീങ്ങുന്നത്. എന്താണേലും ബ്യൂട്ടിഫുൾ വഴികളാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ കോട മൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും കാണാൻ പറ്റൂല. കോട ഇല്ലെങ്കിൽ നല്ല സീനിക് ബ്യൂട്ടി ആയിരിക്കും. സീനിക് വ്യൂസൊക്കെ കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. നമുക്ക് എന്താണേലും കുഴപ്പമില്ല. കോട ഉണ്ടെങ്കിലും കോട ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഈ വെയിലൊക്കെ കണ്ടിട്ട് കോട ഉള്ളത് പോലെ ഇല്ല. എന്താണേലും പോയി തന്നെ നോക്കാം. അടിപൊളി വഴിയിലൂടെയാണ് കേട്ടോ യാത്ര പോകുന്നത്. ശരിക്കും ഞാൻ കുറച്ച് കോടയൊക്കെ മിസ് ചെയ്യുന്നു. കുറച്ചും കൂടെ കോട ഈ റൂട്ടിലുണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഒരു ബ്യൂട്ടി ഫീൽ എൻ്റെ കണ്ണുകൾക്ക് ഫീൽ ചെയ്തേനാ. പലർക്കും കോട ഇഷ്ടമല്ല. വ്യൂ ഒന്നും കാണാൻ പറ്റില്ല എന്നാണ് പലരും പറയുന്നത്. ചേങ്കര 2 കിലോമീറ്റർ, ചേങ്കരയിലേക്ക് 2 കിലോമീറ്റർ എന്നാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഗൂഗിൾ മാപ്സിൽ ചേങ്കരയിൽ നിന്നിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ പറ്റും, എത്താൻ പറ്റും എന്നാണ് തോന്നുന്നത്. മഴ എപ്പോഴും ഉള്ളതുകൊണ്ട് തന്നെ നല്ല പച്ചപ്പാണ്. ഇന്നധികം മഴ പെയ്തിട്ടില്ല. കഴിഞ്ഞ ദിവസമൊക്കെ യെല്ലോ അലേർട്ടോ കട്ട മഴയൊക്കെ ആയിരുന്നു. പക്ഷെ നമുക്ക് മഴ പെയ്താലും കുഴപ്പമില്ല. കാരണം നമ്മുടെ ഷൂവും നമ്മുടെ ഡ്രസ്സും എല്ലാം നനഞ്ഞിരിക്കുകയാണ്. ഇനി നനയാൻ ഉള്ള ശക്തിയോട് കൂടി തന്നെയാണ് ഇറങ്ങിയത്. ഈ നനഞ്ഞിരിക്കുന്ന ഡ്രസ്സിൻ്റെ ഇടയിൽ വെയിലടിക്കുമ്പോൾ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. അത്യാവശ്യം ഒരു കുത്തനെയുള്ള കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ഗിയറിലാണ് കയറുന്നത്. നല്ല ഉഗ്രം കയറ്റമാണ് കേട്ടോ. പക്ഷെ ഈ വണ്ടിയൊക്കെ ഈസി ആയിട്ട് കയറി പോട്ടെ. ഏത് കയറ്റം എന്ന് പറഞ്ഞാലും സിമ്പിൾ ടാസ്ക്കാണ്. ഞാൻ കൈ കുറച്ചേ കൊടുത്തിട്ടുള്ളൂ. ഇവർ ഫ്രണ്ടിൽ പോകുന്നുണ്ട്. കൈ കൊടുത്തു കഴിഞ്ഞാൽ പറിച്ച് തെറിച്ച് പോകുന്നതായിരിക്കും വണ്ടി. ഏലത്തോട്ടത്തിൻ്റെയൊക്കെ ഇടയിലൂടെ ഉള്ളൊരു യാത്രയാണ് ഇപ്പോൾ ഉള്ളത്. പറപ്പിക്ക. അയ്യോ എടാ പട്ടി, ബുദ്ധിമൂലമൊന്നുമില്ല നിനക്ക്. എന്തോ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന പോലെ ഉണ്ട്.
എനിക്കിവിടെ ഈ കയറ്റം കയറുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് ഏതോ വണ്ടിയുടെയൊക്കെ ക്ലച്ച് പോയ മണം നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നൊരു ക്ലച്ച് ഈറ്റിംഗ് റോഡെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ക്ലച്ച് താങ്ങിയൊക്കെ ഓടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലച്ച് തീർന്ന് ഇവിടെ നിൽക്കേണ്ട അവസ്ഥയാണ്. കുത്തന കയറ്റം എന്ന് പറഞ്ഞാൽ കുത്തന കയറ്റം. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കയറ്റം കയറുമ്പോൾ നമുക്ക് ആ ടെമ്പറേച്ചർ ചേഞ്ച് ആവുന്നത് നല്ല രീതിയിൽ ഫീൽ ആവുന്നുണ്ട്. ഇപ്പോൾ ഒരു ചെറിയ ഇറക്കം കിട്ടിയിട്ടുണ്ട്. ലെഫ്റ്റ് ഇനിയും കയറ്റമാണോ? ഏതോ ചെറിയ വഴികളിലൂടെയൊക്കെയാണ് നമ്മൾ പോകുന്നത്. ഞാൻ എന്താണെങ്കിലും ലൊക്കേഷൻ എടുത്ത് വെച്ചേക്കാം. ലൊക്കേഷൻ വേണ്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാമല്ലോ. ഓ പൊളി. അത് മൂടായിരുന്നു. ഓഫ് റോഡാണോ? എഴുന്നേറ്റൊക്കെ നിൽക്കുന്നുണ്ടല്ലോ അഭിഷേക്. ഓഫ് റോഡ് തന്നെ. പോട്ടെ, മേളിലേക്കാണോ? പോട്ടെ. എല്ലാവരും പോട്ടെ, എന്നിട്ട് പോവാം. അടിച്ച് മിന്നിച്ച് പോവാം. ഓ സിമ്പിൾ. അയ്യോ ബ്രോ, കയറിപ്പോ. ഞാൻ കുടുങ്ങി. അടിച്ച് മിന്നിച്ച് പോയതാ. ആ വണ്ടി നിന്നോണ്ട് ഇതുവഴി പിടിക്കാം. ഓ പൊളി. എൻ്റെ മോനെ പൊളി. നിങ്ങളവിടെ നിന്നപ്പോൾ ഞാൻ പെട്ടുപോയി. ഇതാണ് നമ്മുടെ സ്പോട്ട്. നമുക്ക് അങ്ങോട്ടോ 2 മിനിറ്റ് ഇവിടെ നിന്നിട്ട് പോവാം അല്ലേ? താങ്ക് യു ഫോർ ഇൻട്രൊഡ്യൂസിങ് മീ ടു ദിസ് ബ്യൂട്ടിഫുൾ പ്ലേസ്. ഇവിടെ എങ്ങനെയാണ് നിങ്ങൾ എത്തിപ്പെട്ടത്? ഇത് ഏകദേശം ഞങ്ങളുടെ ഒരു നാട്ടിൽ തന്നെയാണിത്. ചെങ്കര എന്ന് പറയുന്ന സ്ഥലമാണ്. കുമളി വാഗമൺ റോഡിലാണ് ഈ മല സ്ഥിതി ചെയ്യുന്നത്. അത്യാവശ്യം ഒരു ഹിൽ ടോപ്പാണ് ഇവിടെ. പിന്നെ ഫോഗി നേച്ചറാണ്. ഇന്നിപ്പോൾ ക്ലൈമറ്റ് മാറിയോണ്ടാണ് അത്ര ഫോഗ് കയറി വരാത്തതുകൊണ്ട് നമുക്കെല്ലാം കാണാൻ പറ്റിയല്ല. ഒരു ഗ്രാസ് ലാൻഡ് ഫീൽ അല്ലേ? ഇനി നമുക്ക് ഇവിടെ നിന്ന് താഴേക്ക് പോയി കഴിഞ്ഞാൽ എന്താ കാണാൻ പറ്റുന്നത്? നമുക്ക് ഇതിന്റെ മെയിൻ വ്യൂ തുടങ്ങുന്നത് നമുക്ക് ആ കുരിശുമലയിൽ നിന്നാണ്. കല്ല്, എനിക്ക് നോർമൽ ഒരു കല്ലിന്റെ ഇട്ട വഴിയൊക്കെ കാണിച്ചു തരുന്നത് അത് ഇവിടെ തന്നെയാണ്. അതെ, നമുക്ക് ഇവിടെ ഒരു ഗുണാക്കേവ് മോഡൽ ഒരു സെറ്റപ്പ് ഉണ്ട് അവിടെ. എന്നാ നമുക്ക് അവിടോട്ട് പോവാം. ഇവരെന്താ ഒന്നും മിണ്ടാത്ത? എന്താണ് നിന്റെ പേരെന്താ? നീ എന്താ മാറി ഒളിച്ചേക്കുന്ന? നീ ഇടയ്ക്ക് വരാറുണ്ടോ ഈ സ്ഥലത്തൊക്കെ? എന്താണ് ഈ സ്ഥലത്തിനെ കുറിച്ച് നിന്റെ അഭിപ്രായം? 2 വാക്ക് പറയാം. ആണല്ലേ? പക്ഷെ അവിടുന്ന് കോട വരുന്നുണ്ടെന്ന് തോന്നുന്നല്ലേ? നമ്മൾ തിരിച്ചു വരുമ്പോ ചിലപ്പോ കോട വരുമായിരിക്കും, പറയാൻ പറ്റില്ല. ഇവിടുത്തെ കാര്യം എങ്ങനെയാണല്ലേ? ക്യാമ്പിങ് ചെയ്യാൻ പറ്റുമോ ഇവിടെ? ക്യാമ്പിങ് അലൗഡ് അല്ല, പബ്ലിക് പ്രോപ്പർട്ടി ആയതുകൊണ്ട് സർക്കാർ സ്ഥലമാണ് ഫുള്ളും കാണുന്നത്. അതുകൊണ്ട് ചെയ്യുന്നവരുണ്ട് ഇവിടെ. ആൾക്കാർ ഇഷ്ടംപോലെ ക്യാമ്പ് ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ട്. ചിലപ്പോൾ സീനാവും. പക്ഷെ ഇവിടെ മോർണിംഗ് എക്സ്പീരിയൻസ് ഭയങ്കര ഹെവി ആയിരിക്കും. സൺറൈസ് ഒക്കെ അടിപൊളിയായിരിക്കും. വരാട്ടുമേട് മൂടാണോ? എങ്ങനെയുണ്ട് സ്ഥലം? ഇഷ്ടപ്പെട്ടോ? അടിപൊളി, നല്ലൊരു താഴ്ന്ന് കയറുമ്പോൾ ഇത്രയും നല്ല ഹൈറ്റോട്ടാ കയറുന്നത്. ഒടുക്കത്തെ കയറ്റാണ്. അയ്യോ, അത് കയറിയപ്പോ എനിക്ക് മനസ്സിലായി നല്ല മല. എക്സ്പൾസ് എങ്ങനെയുണ്ട് ഓടിച്ചിട്ട്? സെറ്റാണ്, രസമാണ്. ഇഷ്ടപ്പെട്ട എക്സ്പൾസ്? എനിക്ക് ഹിമാലയൻ ഇഷ്ടപ്പെട്ടു. ഒരു വർഷത്തേക്ക് മതി തരുമോ? വർഷത്തേക്കാണെങ്കിൽ ഞാൻ മറ്റേ നമ്പർ പ്ലേറ്റ് ഒക്കെ എടുക്കണം, ഇൻഷുറൻസ് ഒക്കെ മാറണം. അതൊക്കെ ആകുമ്പോഴത്തേക്ക് വിളിച്ചാൽ മതി. അടുത്ത നേരം സെറ്റ് ഞാനെന്ന് എന്തായാലും കൊണ്ടുപോകും. കുറച്ച് ട്രിപ്പ് കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ട്. എന്റെ വണ്ടി സൂക്ഷിച്ചുപയോഗിക്കണം. എന്റെ വണ്ടി ഒരു ബ്യൂട്ടിഫുൾ ലൊക്കേഷനാണ് കേട്ടോ. ഒരു മൊട്ടക്കുന്ന്, പക്ഷെ നല്ല രസമുണ്ട് ഇവിടുത്തെ വ്യൂവും കാര്യങ്ങളുമൊക്കെ. ഇതിൻ്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടെ രസമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് അതൊന്ന് പോയി നോക്കാം.
ഈ അഭിഷേക് എന്താ കാണിക്കുന്നവൻ? വാടാ വാടാ പോടാ. എന്നിട്ട് ആ കളി കളിക്കുന്നുണ്ടല്ലേ, പോവാം നമുക്ക്. ആ വഴി മുഴുവൻ നശിപ്പിക്കുന്നേ. പോവാം, വണ്ടി എടുക്കൂ. വണ്ടി എടുക്കടാ, വണ്ടി എടുക്കും, നമുക്ക് താഴേക്ക് പോവാം. പൊക്കോ പൊക്കോ. എന്താ മോനെ, എന്ത് പറ്റി നിനക്ക്? നീ അങ്ങോട്ടാണോ താഴേക്കാണോ? ഇവിടത്തെ കുരിശൊക്കെ കാണുന്നുണ്ട്, അതുകൊണ്ടായിരിക്കും അല്ലേ കുരിശുമല എന്ന് പേര് വന്നത്. കൊള്ളാം കൊള്ളാം, സൂപ്പർ സൂപ്പറായിട്ടുണ്ട്. അക്രമം. നമുക്ക് ഇവിടെയാണോ? നമുക്ക് ഇതാണോ നമ്മുടെ സ്പോട്ടിന്? താഴേക്ക് പോകണം. ആ ഇവിടെ എന്താ, ഇവിടെ വ്യൂ പോയിന്റാ? ഓക്കെ ഓക്കെ ശരി. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം, വ്യൂ പോയിന്റിലേക്ക് നടക്കാൻ. ഹൈക്കിങ്. നമ്മൾ വന്ന വഴിയാണ് ആ കാണുന്നത്. അവിടെ നിന്നാണ് വന്നത്. നമ്മൾ വാഗൺ സൈഡ് അവിടെയാണ്. നമ്മളിപ്പോൾ അവിടെ നിന്ന് വന്നു. അല്ലേ വന്ന് നമ്മളിതിലെ ഈ മൗണ്ടൻ ടോപ്പ് കയറി വന്നിരിക്കുകയാണ്. പിന്നെ ഒരു 360 വ്യൂ ആണല്ലോ. 360 വ്യൂ ആണ്. അത് അത്യാവശ്യം ഇവിടെ ഫേമസ് ആണ്. മോർണിംഗ് സൺറൈസ് കാണാൻ വേണ്ടി പിള്ളേരൊക്കെ വരുന്നുണ്ടല്ലേ. ആ ഒരു ദിവസം നമുക്ക് ഒന്ന് സൺറൈസ് പിടിക്കണം. അതെ, നമുക്കിവിടെ സൺറൈസ് പിടിക്കാം. പോയതാണ് ബൈ. എങ്ങനെയുണ്ട് അഭിഷേക്, അവിടെ വന്നിട്ടുള്ള വൈബ് എങ്ങനെയുണ്ട്? കുട്ടേട്ടാന്നാ വിളിക്കുന്ന. ഞാൻ വിളിക്കില്ല. താഴെ കുഴി ഉണ്ടോ? കുഴി നോക്കിയിട്ട് വരണം കേട്ടോ. കൈതരം, ഒരു കൈ ഫോൺ വേണം കേട്ടോ, വ്ലോഗ് ചെയ്യാനുള്ള. അയ്യോ, ഇത് ഈ കൈയാണ് വേണ്ടത്. എന്നാ പിടിച്ചോ. അത് കുഴപ്പമില്ല, അത് ലുക്ക് വരുന്നുണ്ട്. സീൻ സ്പോട്ട്. അയ്യോ, നമ്മളിനി ആ സ്പോട്ടിലേക്കാണ് പോകുന്നത്. അവിടെ ഒരു വണ്ടി എത്തുമെന്നാണ് പറഞ്ഞത്. അന്ന് നമുക്ക് അവിടോട്ട് പോയി നോക്കാം. ബ്യൂട്ടിഫുൾ ലൊക്കേഷനാണ്, എല്ലാരും വരാൻ നോക്കുക അല്ലേ? നിങ്ങള് ഗുണ കേവിലേക്ക്, ഇവിടെ ഒരു ഗുണ കേവ് പോലെ ഒരു സംഭവം ഉണ്ട്. അവിടേക്കാണ് നമ്മളിപ്പോ പൊക്കോണ്ടിരിക്കുന്നത്. എടാ എനിക്ക് പേടിയാടാ, ഞാനില്ല. വരാം. ഇതാണ് ഇവിടത്തെ ഗുണ കേവ്. ഗുണ കേവിലൂടെയുള്ള ഒരു യാത്രയാണ് നമ്മൾ നടത്തുന്നത്. എടാ പോയാ നിങ്ങള്? എടാ എനിക്ക് പറ്റൂലടാ, എനിക്ക് പേടിയാടാ. ഏതാ വഴി? എന്നാ നടന്നു വന്നാ മതിയാ. വ്ലോഗ് ചെയ്യണ്ടേ നമുക്ക്? യെസ്, നമ്മളിപ്പോ ഗുണ കേവിന്റെ ഉള്ളിലൂടെ നടന്നു നീങ്ങാൻ പോവാണ്. അതിസാഹസികമായി നമ്മള് ഇതിന്റെ ഇടയിൽ കൂടെ വന്ന് നമ്മള് ഇവിടെ എത്തിക്കഴിയുമ്പോ ഇതാണ് നമ്മുടെ വ്യൂ പോയിന്റ് കിട്ടുന്നത്. എങ്ങനെയുണ്ടോ പക്ഷേ? എനിക്ക് തിരിച്ചു കയറുന്നവർക്ക് മാത്രമേ പേടിയുള്ളൂ. അത്യാവശ്യം നല്ല മഴ വരാൻ ചാൻസ് ഉണ്ട്. മഴ വന്നു കഴിഞ്ഞാൽ മഞ്ഞ് കയറി വരുന്നുണ്ട്. നമ്മളിവിടെ പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞ ഇടുക്കിയിലെ ഗുണ കേവ്.
നൈസ് ആംബിയൻസ് ആണ്. വലിയ ടാസ്ക് ഒന്നും ഇവിടെ ഇറങ്ങി വരാൻ വേണ്ടി. ഗുണാക്കേവ് പോലെ അങ്ങനെ വീണ് പോകാനും ചാൻസ് ഇല്ല, വീണ് പോയ ചരിത്രം ഇല്ല അല്ലേ? ഇല്ല. പിന്നെ ആരും ഇവിടെ ചരിത്രം സൃഷ്ടിക്കരുത്. ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ചെറിയ ആഴമൊക്കെ ഉണ്ടല്ലോ താഴേക്ക് പോയി കഴിഞ്ഞാൽ. പാറ എടുക്കുന്നതൊക്കെ ധാരാളം ഉണ്ട്. പിന്നെ ഇത് മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട്, ഫോഗ് കയറി വരുന്നുണ്ട്. ഇപ്പൊ ഇവിടെ മൊത്തം ഫോഗ് ആവും. ക്ലൈമറ്റ് പെട്ടെന്ന് മാറുന്നുണ്ട്. പെട്ടെന്ന് ഫോഗ് കയറുന്ന ഒരു ആംബിയൻസ് ആണ്, അതുപോലെ ക്ലിയർ ആവുകയും ചെയ്യും. ശരിക്കും ഇവിടെ ടെന്റ് അടിക്കാൻ സൂപ്പർ തന്നെ അല്ലേ? പിന്നെ ടെന്റ് ലൈഫിന് പറ്റിയ ഒരു സ്പോട്ടാണ് ഇവിടെ. ഇവിടെ നേച്ചർ നമുക്ക് സൺറൈസും സൺസെറ്റും കിട്ടാനുള്ള 360 ആംബിയൻസ് ഉണ്ട് ഇവിടെ. ഇവിടെ നമുക്ക് ബദലായിട്ടുള്ള അങ്ങനെ മൗണ്ടൻസ് ഒന്നും ഇല്ല. സൺറൈസ് ഒക്കെ നല്ലപോലെ കിട്ടുന്ന ഒരു സ്ഥലമാണിത്. പിന്നെ ഇവിടെ മൊത്തത്തിൽ ആംബിയൻസ് ഗ്രീനറി ആണ്, പക്ക ഗ്രീനറി ആംബിയൻസ് ആണ്. പിന്നെ ഒരു ചെറിയ ചരിത്രമുണ്ട്. മേളിൽ കുരിശ് പണിതത് വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ സായിപ്പന്മാര് ഇവിടെ കൃഷിയൊക്കെ ചെയ്യുന്ന സമയത്താണ് അവിടെ കുരിശ് പണിത്. അതിന്റെ കാരണം ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ താഴെ കാണുന്ന വീടുകളോ ധാരാളം വീടുകളിന്റെ അടികളിലുണ്ട്. അപ്പൊ ഈ പാറയിൽ നിന്ന് ശബ്ദം കേൾക്കാൻ തുടങ്ങി. അപ്പൊ എല്ലാരും പേടിച്ചു ഈ പാറ ഉരുണ്ടു വരുമായിരിക്കും. അപ്പൊ അന്നത്തെ ഒരു വിശ്വാസത്തില് അവിടെ കുരിശ് സ്ഥാപിച്ചാണ്. അതിനുശേഷം അത്ര പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് എല്ലാരും പറയുന്നത്. സൂപ്പർ. പിന്നെ ആരും കപ്പിൾസ് ആയിട്ട് വരികയാണെങ്കിൽ കപ്പിൾ ഫ്രണ്ട്ലി അല്ല. എന്തൊക്കെ അശ്ലീലൊക്കെയാണോ പറയുന്നത് നീ? കപ്പിൾ ഫ്രണ്ട്ലി അല്ലെന്നല്ലേ ഞാൻ പറഞ്ഞത്. സോ അപ്പോൾ നമ്മൾ ചെങ്കര കുരിശുമലയിൽ നിൽക്കുകയാണ്. നല്ലൊരു കിഡ്ലൻ സ്പോട്ടാണ്. ഇതുവരെ നമ്മുടെ കാണാത്തൊരു സ്പോട്ടാണ്, അൺഎക്സ്പ്ലോർഡ് സ്പോട്ട് പോലെയാണ് ഫീൽ ചെയ്തത്. പക്ഷേ ഇവർ പറയുന്നത് ഇവിടെ കുറേ ആൾക്കാരൊക്കെ വരുന്നുണ്ടെന്നാണ്. നിങ്ങളിതിന് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ് സെക്ഷൻ. പക്ഷേ ഈ ഒരു സ്പോട്ട് എനിക്ക് കുറച്ചധികം ഇഷ്ടപ്പെട്ടു. കാരണം ഇവിടെ മഴ പെയ്യുന്നതും ഇവിടെ മഴ പെയ്യുന്നില്ല. ബിക്കോസ് മേളിൽ പാറയാണ്. അത്ര റിസ്കി അല്ലാത്ത വാക്കൊക്കെയാണ്. പക്ഷേ എനിക്കങ്ങനെ ഹൈക്ക് ചെയ്ത് ശീലമില്ലാത്തതുകൊണ്ട് കുറച്ച് പേടിയുണ്ട്. വേറെ സീനൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ചാരി നിൽക്കുന്ന പോലെ തോന്നുന്നുണ്ട്. പോയി കഴിഞ്ഞാൽ താഴത്തെ ടൗണിൽ ഓക്കെ കേൾപ്പോ വീഴല്ല. ഏത് കല്ല കിടക്കുന്ന? ഏത് കല്ല? അയ്യോ ഏത് ഇതാ? പൊക്കോ പിടിച്ച് കയറി പോക്കോ. പോട്ടെ കൊള്ളാം. സൂപ്പർ സക്സസ്. ഞാൻ വരാം, എന്നാ വന്നിട്ട് കാണിച്ച. എന്ത് പറ്റിയടാ? വീണതാണോ? പിന്നെ വണ്ടി ചീത്തയായോ? താഴത്തെ വീഴ്ചയാണോ നിന്റെ? ടെക്നിക്കലി ബൈക്ക് വെക്കാൻ നോക്കുകയാണ് അഭിഷേക്. കമോൺ അഭിഷേക്. ഇവിടെ ഫുള്ള് കോടയായിരിക്കുകയാണ്. കമോൺ പൊക്കിക്കോ. ഓ സൂപ്പർ. ബാക്കിൽ വെയിറ്റ് കൊടു. കമോൺ യു ക്യാൻ ഡു ഇറ്റ്. എടാ ഒരു മോട്ടിവേഷൻ കൊടുത്താൽ മതി, പിന്നെ നമ്മൾ സഹായിക്കേണ്ട ആവശ്യമില്ല. കമോൺ വേണം. ഒന്നൂടെ പതുക്കെ. അപ്പൊ സാധാരണ ലോക്കൽ നാടൻ പൊക്കൽ വെക്കാൻ പോവാണ്. അത് മതി, ഇതിന്റെ ആവശ്യമുള്ളൂ അല്ലേ? ഈ ടെക്നിക്കലൊക്കെ കണ്ടുപിടിച്ചിട്ട് വലിയ സീനാണ്. നടുവൊടിയും വണ്ടിയും പൊങ്ങൂല. അത്യാവശ്യം കോട ഇവിടെ കയറി. നമ്മളെന്താണേലും തിരിച്ചു പോവുകയാണ്. പോവാം. ഇവന് ഏത് വഴിയൊക്കെയാ പോണം? അവന് ഭ്രാന്താണോ? കണ്ട അവന് ഭ്രാന്ത് തന്നെ. ഫുൾ തെന്നി കിടക്കാണ് ഇവിടെ. സ്ഥലത്ത് ഇച്ചിരി തെന്നി കിടപ്പുണ്ട്, അത്രേ ഉള്ളൂ.
പോവാം നമുക്കിനി ഈസി ആയിട്ട് കുട്ടിക്കാനം പിടിക്കാം. നമ്മളങ്ങനെ തിരിച്ച് കുട്ടിക്കാനം പോയിട്ട് വീട്ടിലേക്ക് പോകാനാണ് പ്ലാൻ. അഭിഷേക് ഹിമാലയൻ 452 നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. കുറച്ച് നാളത്തേക്കിനി നമ്മുടെ കയ്യിൽ ഈ വണ്ടി ഉണ്ടാവും, പതുക്കെ കൊടുക്കുന്നുള്ളൂ. എന്താണേലും പുതിയ വ്ളോഗുകൾ ഇനി കുറച്ച് ഹിമാലയൻ 452 അടിക്കാമെന്ന് കരുതി. ഒരു ധനുഷ്കോടി ട്രിപ്പും അതേപോലെ ഒരു ബാംഗ്ലൂർ ട്രിപ്പും കൊടൈക്കനാലും ഊട്ടിയും മറ്റേ കൂർഗും ഒക്കെ പോകണമെന്നുണ്ട് ഈ മൺസൂണിൽ. അപ്പം അതെല്ലാം ഈ വണ്ടിയിൽ പ്ലാൻ ചെയ്താലോ എന്ന് തിങ്ക് ചെയ്യാണ്. കാരണം കുറച്ച് പവർഫുൾ ആയതുകൊണ്ട് ഹൈവേസൊക്കെ കുറച്ച് ഈസി ആയിട്ട് ക്രൂസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. എന്താണേലും ഈ ഒരു വ്ളോഗിൽ നിന്ന് ബൈ. അടുത്ത വ്ളോഗിൽ കാണാം. ടാറ്റ ബൈ.